നമസ്കാരം, ഞാൻ ഡോക്ടർ സെറീൻ. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IBS എന്ന അസുഖത്തെ കുറിച്ചാണ്. ഇറിറ്റബിൾ ബവൽ ഡിസീസ്. ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പോകാൻ തയ്യാറെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സാമിന് പോകുമ്പോഴോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശോധന വരിക, മലശോധന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാനായിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പോകും, ആ രീതിയിൽ. അതുപോലെ തന്നെ വയറ് നല്ല രീതിയിൽ വീർത്തിരിക്കുക, അതുപോലെ കീഴ്വായു ശല്യം നന്നായിട്ട് വരിക, അതുപോലെ തന്നെ ഒരു സ്തംഭിച്ച പോലെ വയറൊരു സ്തംഭനം പോലെ ഇരിക്കാം, വയറിൽ നിന്ന് സൗണ്ടുകൾ കേൾക്കുക. ഇങ്ങനെ ഇത്തരത്തില് ഒരു കംപ്ലീറ്റ്ലി നമുക്കൊരു സുഖമില്ലായ്മ, നമ്മുടെ വയറിന് ഒരു തീരെ സുഖമില്ലാത്തൊരു അവസ്ഥ എന്നുള്ള രീതിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മലബന്ധം വരിക, ശോധന നന്നായിട്ട് വരിക, ലൂസ് ടൂൾസ് വരിക, ഈ രീതിയിലൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുള്ളത്. IBS എന്ന അസുഖം കാണാറുണ്ട്. ഇത് പൊതുവെ ഇതിനെ നമ്മൾ പലപ്പോഴും ക്രോൺസ് ഡിസീസ് ആയിട്ടും അതുപോലെ അൾസറേറ്റീവ് കൊളൈറ്റീസ് ഒക്കെ ആയിട്ടും ഇതിനെ ബന്ധപ്പെടുത്തി പറയാറുണ്ട്. കാരണം ഇത് ഏകദേശം സിംറ്റംസ് ഒക്കെ ഒരുപോലെ തോന്നിക്കപ്പെടാറുണ്ട്, പക്ഷെ ഇതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ക്രോൺസ് ഡിസീസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ലൈനിങ്ങിൽ പ്രശ്നം വന്നിട്ടാണ് അവിടെ ഈ ഒരു രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇൻഫെക്ഷൻസ് നല്ല രീതിയിൽ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്ട്രെസ്, ടെൻഷൻ ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു രോഗം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിനും കൂടി ഈ ഒരു രോഗത്തിൽ ഏറ്റവും കൂടുതൽ IBS എന്ന രോഗത്തിൽ പ്രാധാന്യമുണ്ട്. അപ്പൊ മനസ്സ് നല്ല രീതിയിൽ നമുക്ക് നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തിനെയും ഔഷധത്തിന്റെ കൂടെ തന്നെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആയുർവേദത്തില് ഇതിനെ ഗ്രഹണി ചികിത്സ എന്നാണ് പറയുന്നത്. IBS എന്ന അസുഖത്തിന്റെ ഒരു ചികിത്സയെ. അപ്പൊ ഗ്രഹണി എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനെയാണ് ആയുർവേദത്തിലെ. ഇതിന്റെ ലക്ഷണങ്ങളും പൂർവ്വരൂപങ്ങളും ഒക്കെ നമ്മൾ ആയുർവേദ ടെക്സ്റ്റുകളിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നമുക്ക് ഈ ഓവർ തിങ്കിങ്, പ്രത്യേകിച്ച് IBS ഉള്ള പേഷ്യൻസിന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരുപാട് ഇങ്ങനെ ഓവറായിട്ട്, അതായത് നമ്മൾ സാധാരണ ചിന്തിക്കണം, പക്ഷെ ഇത് ഇവർ ഒരുപാട് ഓവറായിട്ട് തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടാകും. പല കാര്യങ്ങളെ കുറിച്ചും ഇവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആയിരിക്കും. ആ രീതിയിലാണ്. പിന്നെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സുകൾ കുറെ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടും ഒരു ഫലം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിനോടും നമ്മുടെ ശരീരത്തിനോടൊക്കെ വല്ലാത്തൊരു വിഷമം പോലെയൊക്കെ ഫീൽ ചെയ്യും. ഒരു അവസ്ഥയെ കൂടെ കടന്നുപോയ ഒരുപാട് IBS പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ടത് മനസ്സിനെ കൂടി നിയന്ത്രിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ചികിത്സയാണ് ആവശ്യമുള്ളത്. അവിടെയാണ് നമുക്ക് ആയുർവേദത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പഥ്യം നിങ്ങളോട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ ഔഷധങ്ങളും പറഞ്ഞു തരും. അപ്പൊ ഔഷധങ്ങൾ എന്ന് പറയുന്നത് മാത്രം കൊണ്ടല്ല, നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇത് കുറയ്ക്കാൻ, സ്ട്രെസ് കുറയ്ക്കേണ്ടത് ഇവിടെ അത്യാവശ്യമാണ്. അത് നമുക്ക് യോഗാസനങ്ങൾ, അതുപോലെ തന്നെ പ്രാണായാമാസ്, അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഉറക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഉറക്കം കൃത്യമായിട്ട് ഉറങ്ങുക, ഒരു 6 to 8 hours ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഡയറ്റ് നമ്മൾ ഓരോ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ മൈൽഡ് ആണെങ്കിൽ അത്തരത്തിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള പഥ്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ മതി. നല്ല ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ കുറച്ച് നാള് നിങ്ങൾ പഥ്യം ഫോളോ അപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറയേണ്ടി വരും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ പേഷ്യൻസ് കുറച്ച് നാളൊക്കെ ഫോളോ അപ്പ് ചെയ്യും, പിന്നെ അവർ വീണ്ടും പഴയ രീതിയിലേക്ക് പോകുന്നതായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പൊ അത് ചെയ്യരുത്. നമ്മൾ പഥ്യം ഫോളോ അപ്പ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട ചില ഔഷധങ്ങളായാലും ചില എക്സസൈസുകളായാലും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഡയറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അവരോട് പറയുന്ന ഒരു കാര്യമാണ് മോര് കാച്ചി കുടിക്കാനായിട്ട്. അപ്പൊ മോര് കാച്ചി കുടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അയ്യോ മോര് കാച്ചി കുടിക്കുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവില്ലേ? ഒരിക്കലും ഇല്ല. നമ്മുടെ മോര് എന്ന് പറയുന്നത് നമ്മുടെ മലത്തിനെ നിയന്ത്രിക്കാനായിട്ട് കഴിവുള്ളതാണെന്നാണ് തക്രം എന്നാണ് ആയുർവേദത്തിൽ നമ്മൾ മോരിനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മോര് കുടിക്കുന്നത് വഴി നമുക്ക് ഈ ഒരു അവസ്ഥയെ മറികടക്കാനായിട്ട് സാധിക്കും. അത് 3 നേരം നിങ്ങൾക്ക് കുടിക്കാം, അത്രയും നല്ലതാണ്. സംഭാരമാക്കി കുടിക്കാം. അപ്പൊ മോരില് സാധാരണ നമ്മൾ തൈര് വെള്ളം ഒഴിക്കുന്നുണ്ട്, അത് ഘടകവിരുദ്ധമാണ്, അത് ദോഷമാണ് ഉണ്ടാക്കുക. അപ്പൊ തൈര് ഉണ്ടാക്കുന്നതിൽ വെള്ളം ഒഴിക്കുന്നതല്ല മോര്. തൈര് കടഞ്ഞ് അത് നമുക്ക് മിക്സിയിൽ നമ്മളൊന്ന് അടിച്ചെടുത്ത് അതിന്റെ മുകളിലുള്ള ആ ഒരു വെണ്ണ നമ്മൾ സ്പൂൺ കൊണ്ട് മാറ്റി ആ വെള്ളത്തില്, അതായത് വെണ്ണ മാറ്റി കളയുക, ബാക്കിയുള്ള അതില് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി ആഡ് ചെയ്ത് അതിൽ കറിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ ചെറുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇഞ്ചി, ഇത്തരം കാര്യങ്ങളൊക്കെ ചേർത്ത് കാച്ചി ഉണ്ടാക്കുന്നതാണ് മോര്. മനസ്സിലായോ? അപ്പൊ മോര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സംഭാരവും കുടിക്കാം കേട്ടോ. സംഭാരവും നല്ലത് തന്നെയാണ് കേട്ടോ. ഏറ്റവും നല്ലത് മോര് കുടിക്കുന്നത് തന്നെയാണ്. 3 നേരം നമുക്ക് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കതൊരു ചാറ് കറി പോലെ ഉണ്ടാക്കി കുടിക്കുക. ഇത് IBS പേഷ്യൻസിന് ഏറ്റവും നല്ല ഒരു ഡയറ്റാണ് മോര്.
ഓക്കെ, പിന്നെ വരുന്നതാണ് നമുക്ക് മാതള നാരങ്ങയുടെ തൊലി. ഓക്കെ, അപ്പൊ മാതള നാരങ്ങ നല്ലതാണ്, ഫ്രൂട്ടായിട്ട് നമുക്ക് ഡെയിലി കഴിക്കാം IBS ഉള്ള ആളുകൾക്ക്. അതുപോലെ മാതള നാരങ്ങയുടെ തൊലി പൊടിച്ച് അത് ചൂർണമാക്കിയിട്ട് നിങ്ങൾക്ക് വെച്ചിരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കറികളിൽ ആഡ് ചെയ്ത് കഴിക്കാം, ഈ മോരിൽ തന്നെ ആഡ് ചെയ്ത് കഴിക്കാം, മറ്റു പല കറികളിൽ അത് ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാം. മനസ്സിലായോ? മറ്റു കറികളിലെ കൂടിയൊക്കെ കഴിക്കാവുന്നതാണ്. വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ് മാതള നാരങ്ങയുടെ തൊലി. IBS പേഷ്യൻസിന് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, മോര് കഴിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് നേരെ പോയിട്ട് തൈര് പോയി മേടിച്ച് കുടിക്കരുത്. തൈര് IBS പേഷ്യൻസിന് കുടിക്കാൻ പാടില്ല. തൈര് എന്ന് പറയുന്നത് ഡൈജഷന് ശേഷം നമുക്ക് ചൂടുണ്ടാക്കുന്നതാണ്. മനസ്സിലായോ? മോര് എന്ന് പറയുന്നത് ഡൈജഷന് ശേഷം തണുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓപ്പോസിറ്റ് പ്രോപ്പർട്ടീസ് ആണ്, രണ്ടും ഒരേ രീതിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞാലും തൈരും മോരും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവും? അസിഡിറ്റി കൂടും. അതുപോലെ തന്നെ ആമാശയം പൊള്ളുന്ന ഒരു അവസ്ഥ, ഭസ്മക ഡിസീസ് എന്ന് പറയും, ആ രീതിയിലേക്കൊക്കെ നമുക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മൾ അസിഡിറ്റി കൂട്ടുന്ന ഒരു ഫുഡുകളും, കോളകള്, കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, മധുരപലഹാരങ്ങൾ, ഇതൊക്കെ കുറയ്ക്കുക. സ്പൈസ് കുറയ്ക്കുക. ഒരുപാട് എരിവുള്ളതും പുളിയുള്ളതും കഴിക്കാനായിട്ട് പാടില്ല. ഉപ്പ് കൂടുതൽ കഴിക്കരുത്. മനസ്സിലായോ? ആ രീതിയിൽ നമ്മൾ ഡയറ്റിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് നമ്മുടെ വെയിറ്റ് കുറയും. IBS പേഷ്യൻസിൽ വരുന്ന ഒരു കാര്യമാണ് വെയിറ്റ് നല്ല രീതിയിൽ അവരുടെ കുറയുന്നതായിട്ട് കാണാം. അതായത് കാരണം എന്തുകൊണ്ടാണ്? ഇൻഡസ്ട്രൈനിലെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല. കാരണം ഇൻഡസ്ട്രൈൻ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇവരുടെ ഈ ഒരു പാതി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് പെട്ടെന്ന് തന്നെ എക്സ്ക്രീഷൻ പ്രോസസ്സിലേക്ക് കടക്കാണ്. അവിടെ ദഹനം കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ടിവിയും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കി കഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുഡിൽ ഫോക്കസ് ചെയ്ത് ഉമിനീരിൽ ചവച്ചരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ദഹനം കൃത്യമായിട്ട് നടക്കാൻ. അപ്പൊ ഓൾറെഡി നമ്മുടെ ഉമിനീരിൽ തന്നെ ദഹനം കുറെയൊക്കെ നടക്കുകയും പിന്നെ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് അധികം ദഹനം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പർലി നമുക്കത് ഡൈജസ്റ്റഡ് ആയി നമുക്ക് എക്സ്ക്രീഷൻ നടക്കാനും പോഷണം സംഭവിക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ പല ആളുകളും ഫോൺ നോക്കിയിട്ടാണ്, കുട്ടികൾക്കായാലും അമ്മമാരായാലും അവര് ഫുഡ് കഴിക്കുന്നത്. അത് നിർത്തുക. അത് നമുക്ക് ശരിക്കും ദഹനം സംഭവിക്കില്ല, പോഷണം കിട്ടില്ല ശരീരത്തിൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് കുറയുന്ന ഒരു സിംറ്റം നിങ്ങൾക്ക് ഈ IBS പേഷ്യൻസിന് കൂടുതലായിട്ട് കാണാറുണ്ട്. അതൊരു ലക്ഷണമാണ്. അപ്പൊ അതിന് നമ്മൾ ഔഷധങ്ങൾ നിങ്ങൾക്ക് തരും. അതിന് നമ്മൾ വലിച്ചു വാരി കുറെ ഹെവി ഫുഡ് കഴിച്ചതുകൊണ്ട് ഈ പ്രശ്നം മാറില്ല. ഈ പ്രശ്നം കൂടുക, വഷളാവുകയേ ഉള്ളൂ. കാരണം എന്താണ്? ഡൈജഷൻ ആണ് ഇവിടെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഹെവി ഫുഡായി കുറെ ബീഫ്, കുറെ മട്ടൻ, അതുപോലെ തന്നെ കുറെ ചിക്കൻ, അതുപോലെ തന്നെ കുറെ സംഭവങ്ങൾ, ബേക്കറി ഫുഡ് വലിച്ചു വാരി അങ്ങ് തിന്നും അല്ലെ, ഓയിലി ഫുഡ്, അങ്ങനെ തിന്നത് കൊണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് വെയിറ്റ് കൂടുമെന്നാണ്. പക്ഷെ ഒരിക്കലും കൂടില്ല. ഈ ഒരു അസുഖം വന്നിട്ട് കുറച്ചും കൂടി വഷളാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് കൂടുതൽ അൾസർ, അസിഡിറ്റി അത്തരം പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചു വാരി തിന്നുകയാണെങ്കിൽ ആവുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ, ആയുർവേദത്തിലൊക്കെ വളരെ നാച്ചുറലി നമുക്കിത് ഹീൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അത്തരം ഔഷധങ്ങളുണ്ട്, അത്തരം ഡയറ്റുകളുണ്ട്, പഥ്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് മാത്രമല്ല, നമ്മൾ ഓരോ പേഷ്യന്റിന്റെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ ഉണ്ട്, അതും നമ്മൾ പറഞ്ഞു തരും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അസുഖം ഒരു ഇത്രയധികം കാലയളവിൽ നമുക്ക് ഓരോ അവസ്ഥ അനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയും. നമ്മൾ പലപ്പോഴും സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ്സിന്റെ ബാക്കിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ചെറിയ സമയത്തിന്റെ കാലയളവിൽ നമുക്കൊരു ആശ്വാസം കിട്ടും, പിന്നെയും ഈ രോഗം തിരിച്ചു വരും. അപ്പോൾ അതല്ല ആയുർവേദത്തിൽ ചെയ്യുന്നത്. നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര നേരം നമ്മളെ ശ്രമിച്ചതിന്. അപ്പൊ ഇങ്ങനെ IBS ബുദ്ധിമുട്ടുമായിട്ട് വിഷമം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയുർവേദ ചികിത്സ ലഭ്യമാണ്. ഡയറക്റ്റ് കൺസൾട്ടേഷനും ഓൺലൈൻ കൺസൾട്ടേഷനും ലഭ്യമാണ്. നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ക്ലിനിക് നമ്പറിലുണ്ട്. നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ത്രൂ ആയുർവേദ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.